കോൺഗ്രസ് നേതാക്കളുടെ സംഗമവേദി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന പാലക്കാട് എരുമയൂർ വടക്കുംപുറം വീട്ടിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എത്തിയത് കോൺഗ്രസിലെ 2 തലമുറകളുടെ സംഗമവേദിയായി മാറി. പാലക്കാട് മുൻ എംപിയും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി കൺവീനറും KPCC വൈസ് പ്രസിഡന്റും ദീർഘകാലം പാലക്കാട് DCC പ്രസിഡന്റുമായിരുന്ന VS വിജയരാഘവന്റെ വീട്ടിലാണ് രമേശ് ചെന്നിത്തല എത്തിയത്. പ്രധാനമന്ത്രി നെഹ്റു, ഇന്ദിരാഗാന്ധി, K കരുണാകരൻ തുടങ്ങി നിരവധി മഹാരഥന്മാർക്ക് ആതിഥ്യമരുളിയ വീടാണ് വിജയരാഘവന്റെ എരുമയൂരിലെ വടക്കുംപുറം വീട്. VS വിജയരാഘവന്റെ അച്ഛൻ VG സുകുമാരൻ സ്വാതന്ത്ര്യ സമരത്തിനും സ്വാതന്ത്ര്യ സമര നേതാക്കൾക്കും എന്നും താങ്ങും തണലുമായിരുന്നു. പാലക്കാട് യാക്കര വിശ്വേശ്വര ക്ഷേത്രം, വിജ്ഞാനോദയ സഭ എന്നിവ ശ്രീനാരായണ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം VG സുകുമാരൻ സ്ഥാപിച്ചതാണ്. വടക്കുംപുറം വീട്ടിലെ ആതിഥ്യം സ്വീകരിക്കാത്തവർ കോൺഗ്രസിൽ അപൂർവമാണ്. സാക്ഷാൽ നെഹ്റു മുതൽ പുതുതലമുറയിലെ KSU പ്രവർത്തകർ വരെ എരുമയൂരിലെ വീട്ടിലെത്തി വിജയരാഘവനോട് രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ആതിഥ്യം സ്വീകരിച്ചതും ചരിത്ര സത്യമാണ്. KSU സംസ്ഥാന പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തല സംസ്ഥാന സമ്മേളനം നടത്താൻ മറ്റു ജില്ലകൾ തയ്യാറാവാതിരുന്നപ്പോൾ അന്നത്തെ എംപിയും DCC പ്രസിഡന്റുമായിരുന്ന VS വിജയരാഘവനെ സമീപിച്ച സമ്മേളനം നടത്തിത്തരണമെന്ന് അഭ്യർത്ഥിച്ചു. സമ്മേളനം ചരിത്ര സംഭവമാക്കുകയും രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ഉയർച്ചയ്ക്ക് നിമിത്തമാവുകയും ചെയ്തതായി VS വിജയരാഘവൻ ഓർമ്മിപ്പിച്ചു. രമേശ് ചെന്നിത്തലയുമായി സഹോദരസ്ഥാനീയമായ ബന്ധമാണുള്ളതെന്നും എന്നും കോൺഗ്രസിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച ആളാണെന്നും കോൺഗ്രസ് പ്രവർത്തകരെ ആപത്ഘട്ടത്തിൽ സഹായിക്കുന്ന ഉന്നത നേതാവാണ് രമേശ് ചെന്നിത്തലയെന്നും VS വിജയരാഘവൻ പറഞ്ഞു. KSUവിൻ്റെ സംസ്ഥാന സമ്മേളനം നടത്താൻ വേറെ ഒരു ജില്ലക്കാരും എടുക്കാതിരിക്കുമ്പോൾ ശാന്തിനഗറിലുള്ള KPC ഓഫീസിൽ ഞാൻ ചെല്ലുമ്പോൾ രമേശും കാർത്തികനും അവിടെ ഉണ്ടാകും. ഉള്ളിൽ ബഹുമാനപ്പെട്ട ലീഡർ കരുണാകരൻ, അന്നത്തെ KPC പ്രസിഡന്റ് M ചാണ്ടി, MM ജേക്കബ്, ഡോക്ടർ അടിയോടി ഇവരുണ്ട്. അവർ ഏത് ജില്ലയ്ക്കാണ് ഇന്ദിരാഗാന്ധിനെ KSU സമ്മേളനത്തിൽ കൊണ്ടുവരുന്നത് ആലോചിക്കും. ഓരോ ജില്ലക്കാരും അന്ന് ഇന്ദിരാഗാന്ധി വരുമ്പോൾ ചെരുപ്പേറും ചാണകമൊഴിക്കലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഒരു DCC പ്രസിഡന്റ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ എല്ലാവരും എന്തോ ഒരു കിട്ടാത്തൊരാൾ വന്ന പോലെ തോന്നി. അപ്പോൾ അടിയോടി പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യ ചിത്ര മെഡിക്കൽ സെൻ്ററിലാണ്. അപ്പോൾ ഞാൻ വിജയരാഘവൻ പറഞ്ഞാലും അവർ ഡിസ്ചാർജ് ചെയ്യേണ്ട, ഞങ്ങൾക്ക് ആ വഴിക്ക് പോയി എന്തെങ്കിലും സഹായം കിട്ടിയാൽ അവരോ വേണ്ടത് പറയും. അത് കഴിഞ്ഞ് KM ചാണ്ടി പറഞ്ഞു അദ്ദേഹത്തിന് വരണ്ടാന്ന് ഞാൻ പറയും. കാരണം വിജയരാഘവൻ ആ വഴിക്ക് ഒരു ചായ അന്ന് ഹൈവേ ഒന്നുമില്ല, അപ്പോൾ ഒരു ചായ കിട്ടണമെങ്കിൽ വിജയരാഘവൻ്റെ ഭാര്യയാണ് ഞങ്ങളില്ലെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ്. രമേശ് ചേട്ടാ എങ്ങനെയെങ്കിലും പാലക്കാട് ഏറ്റെടുക്കണം പറഞ്ഞു. ഒടുവിൽ ഞാൻ സമ്മതിച്ചു വന്നു. ആ സമ്മേളനം ആണ് ബഹുമാനപ്പെട്ട ലീഡറിനും ഇന്ദിരാഗാന്ധി മുതൽ ഒരു അംഗീകാരം. രമേശ് മറ്റെല്ലാവർക്കും വ്യത്യസ്തമായിട്ട് നല്ല ഹിന്ദിയിൽ സംസാരിക്കാനും പ്രസംഗിക്കാനും അദ്ദേഹം ഇംഗ്ലീഷ് പറയും. അതുകൊണ്ട് ഇന്ദിരാഗാന്ധിൻ്റെ ഏറ്റവും അടുത്ത ആളായത് പാലക്കാട് കോട്ട മൈതാനത്ത് വെച്ച KSUവിൻ്റെ സംസ്ഥാന സമ്മേളനം നടന്നതാണ് രമേശിനും കോൺഗ്രസ് പാർട്ടിക്കും ഉണ്ടായ ഒരു ഡേറ്റ. അതിനുശേഷം പല കാര്യങ്ങളിലും ഞാൻ രമേശുമായിട്ട് നടക്കുന്നുണ്ട്. ഇന്ന് വരെ രമേശും ഞാനും കൂടി ഒരു അഭിപ്രായ വ്യത്യാസമില്ല. രാഷ്ട്രീയത്തിൽ പറയണം. UTV ന്യൂസ് പാലക്കാട്.